അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. റിയാക്റ്റിംഗ് വീഡിയോസിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ആദർശത്തെ ആദർശം കൊണ്ട് നേരിടാൻ കഴിയാത്ത ചില മുസ്ലിയാക്കന്മാർ നാടിലുടനീളം പറഞ്ഞു നടക്കുന്ന വിവരക്കേടുകൾക്കെതിരെ അവരുടെ വിവരക്കേടുകൾ തന്നെ തെളിവാക്കി ഉദ്ധരിച്ചുകൊണ്ട് ആ വിവരക്കേടുകൾ എത്രത്തോളം ഇസ്ലാമിന് ക്ഷതമേൽപ്പിക്കുന്നുണ്ട് എന്നും ആ വിവരക്കേടുകൾ ഇസ്ലാമുമായിട്ടൊരു പുലബന്ധം പോലുമില്ലാത്ത കാര്യങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്തതിനെ എൻ്റെ 3 വീഡിയോകൾക്ക് ഈ ചാനലിലെ 3 വീഡിയോകൾക്കാണ് ഫേക്ക് കോപ്പിറൈറ്റ് നൽകി ചാനൽ ഇല്ലാതാക്കാൻ ശ്രമിച്ചത്. 3 മാസത്തിലേറെ ചാനൽ ടെർമിനേറ്റ് ചെയ്യപ്പെട്ടിരുന്നു. എന്നാൽ ഏതൊക്കെ വീഡിയോകളാണ് അവർ ആക്ഷേപമുന്നയിച്ചുകൊണ്ട് യൂട്യൂബ് റിമൂവ് ചെയ്തത്, ആ വീഡിയോ സഹിതം എൻ്റെ മുഴുവൻ ചാനലുകളും യൂട്യൂബ് തിരിച്ചു തന്നിരിക്കുകയാണ്. റിയാക്റ്റിംഗ് വീഡിയോ അല്ലെങ്കിൽ റിയാക്ഷൻ വീഡിയോ എന്ന പേരിൽ പ്രതികരണ വീഡിയോകൾ ചെയ്യുവാൻ യൂട്യൂബ് അനുവാദം നൽകിയിട്ടുണ്ട്. മറ്റുള്ളവരുടെ വീഡിയോ എടുത്തുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ അത് ഫെയർ യൂസിൻ്റെ ആ ഗണത്തിൽ പരിധിയിൽ നിന്നുകൊണ്ടായിരിക്കണം നമ്മൾ വീഡിയോ ചെയ്യേണ്ടത്. അതിന് കോപ്പിറൈറ്റ് ഡിസ്ക്ലൈമർ എന്നുള്ള ആ ഒരു സംവിധാനമുണ്ട്. നമ്മൾ ആരുടെയെങ്കിലും വീഡിയോ എടുത്ത് ഉപയോഗിക്കുകയാണ് എന്ന് പറഞ്ഞവർ കോപ്പിറൈറ്റ് ക്ലെയിം ചെയ്താൽ അല്ലെങ്കിൽ സ്ട്രൈക്ക് നൽകിയാൽ അവിടെ നമുക്ക് പറയുവാനുള്ള നിയമവശങ്ങളുണ്ട്. ഞാൻ യൂട്യൂബിനോട് അറിയിച്ചത് ചില വിവരദോഷികൾ വിവരക്കേട് പറയുമ്പോൾ അത് വിവരക്കേടാണ് എന്ന് പറയാനുള്ള ആ ഒരു അവകാശം, അത് അഭിപ്രായ സ്വാതന്ത്ര്യമാണ്, അതെനിക്കുണ്ട്. ഇനിയല്ല, ആ വീഡിയോകൾ റിമൂവ് ചെയ്യൽ നിർബന്ധമാണ് എങ്കിൽ അതിന് കോടതിയിൽ സമീപിച്ചോളാനാണ് പറഞ്ഞത്. അങ്ങനെ യൂട്യൂബ് കോടതിയിൽ പോയിക്കോളാൻ പറഞ്ഞു ഇസ്മായിലിനോട്. അപ്പോൾ ഇസ്മായിൽ കോടതിയിൽ പോയില്ല. കാര്യം ഇസ്മായിലിനറിയാം, കോടതിയിൽ പോയി കഴിഞ്ഞാൽ ഞാൻ അവിടെ ഉന്നയിക്കുന്ന കാര്യങ്ങൾ ഇസ്മായിലിൻ്റെ മൊയിലിയക്കന്മാർക്കും അവിടെ തെളിയിക്കേണ്ടി വരും. കഴിയില്ല. യൂട്യൂബിൽ തെളിയിക്കാൻ കഴിയാത്തത് കോടതിയിൽ ഇവർക്ക് തെളിയിക്കാൻ കഴിയുമോ? ബബ്ബ അവിടെ ഓടൂല. എന്തായാലും അതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞു പോകുന്നില്ല. 3 വീഡിയോയിൽ ഒന്ന് മുള്ളൂർക്കരയുടെയാണ്, ഒന്ന് പേരോടിൻ്റെയാണ്, ഒന്ന് ഏതോ ഒരു അബൂബക്കർ സഖാഫിയുടെയാണ്. ഇന്ന് പേരോട് പറയുന്നൊരു തള്ളു നമുക്ക് കേട്ടിട്ട് വരാം. ഇവിടെ സ്വന്തം ഉസ്താദിന്റെ ഖബർ സിയാറത്ത് ചെയ്യാണ്. കൂടെ ശിഷ്യന്മാരൊക്കെ ഉണ്ട്. കുറേ നേരം എടുത്തിട്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്. അവിടുന്ന് ഇറങ്ങി വരുമ്പോ ഒരു ശിഷ്യൻ ചോദിച്ചു, ഉസ്താദെ ഇത്ര സമയം എന്തായാലും ഇവിടെ ഇത്ര അധികം സമയം സിയാറത്തിനെടുത്ത് എന്താ? അത് എന്റെ ഉസ്താദിന്റെ കൈക്ക് ചെറിയ അബദ്ധം കണ്ടു. ഞാൻ ഖബറില് ഒന്ന് ശരിയാക്കി കൊടുക്കാൻ ഞാൻ അള്ളാഹുവിനോട് പറഞ്ഞപ്പോ ലോകം മുഴുക്കുള്ള ഔലിയാക്കളെല്ലാം എന്റെ ദുആക്ക് ആമീൻ പറഞ്ഞു. അത് എന്റെ ഉസ്താദിന്റെ കൈക്ക് ചെറിയ അബദ്ധം കണ്ടു. ഞാൻ ഖബറില് ഒന്ന് ശരിയാക്കി കൊടുക്കാൻ ഞാൻ അള്ളാഹുവിനോട് പറഞ്ഞപ്പോ ലോകം മുഴുക്കുള്ള ഔലിയാക്കളെല്ലാം എന്റെ ദുആക്ക് ആമീൻ പറഞ്ഞു. തള്ളാണ്. ഇനി 2 കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കാണ്ട് അതിനാണ് നിർത്തിയത്. അത് മാത്രമല്ല, സാങ്കേതികമായിട്ടുള്ളൊരു കാരണം കൂടിയുണ്ട്. ഓക്കെ, ഇവിടെ ഈ വീഡിയോയ്ക്കൊപ്പവും അതിന് സൈഡിലുമായിട്ട് 2 ചെറിയ പോസ്റ്റുകൾ വെക്കാറുണ്ട്. പല ആളുകളും ചോദിച്ചു അത് വായിക്കാൻ കിട്ടുന്നില്ല, എന്താണതെന്ന്. ഒന്നുമില്ല, നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ഫെയർ യൂസിൻ്റെ പരിധിയിൽ വരുന്ന വീഡിയോ ആണ് ഞാൻ എടുത്തിട്ടുള്ളത് എന്ന് ഇവിടെ അറിയിക്കുകയാണ്. ഇനി ഈ വീഡിയോയുടെ ഓണർ വന്നിട്ട് ഇതിൻ്റെ വീഡിയോ ആണ്, ഇതെടുത്തുകൊണ്ട് പോയിട്ട് അവൻ അവിടെ ഫുട്പാത്തിൽ ഇരുന്നിട്ട് 1.5 കിലോ 1.5 കിലോ എന്ന് വിൽക്കുകയാണ് എന്ന് പറയുകയാണെങ്കിൽ യൂട്യൂബ് പരിശോധിക്കുമല്ലോ. അപ്പോൾ യൂട്യൂബിന് അറിയാൻ വേണ്ടിയിട്ട് യൂട്യൂബിൻ്റെ AI ആണ് സാധാരണ ഇതാദ്യം പരിശോധിക്കുക. അതിനറിയാൻ വേണ്ടി കോപ്പിറൈറ്റ് ഡിസ്ക്ലൈമർ എന്ന ആ ഒരു കാര്യമാണ് അവിടെ ചെയ്തിട്ടുള്ളത്. ഇത് ഫെയർ യൂസിൻ്റെ പരിധിയിൽ വരുന്നതാണ്. ഇനി അത് കൂടുതലായിട്ടും ഡീറ്റെയിൽ ആയിട്ടും പറയുന്നില്ല. ആരെങ്കിലുമൊക്കെ കോപ്പിറൈറ്റ് കൊടുത്തിട്ട് നമ്മുടെ അന്നം മുട്ടിക്കാൻ ഇനിയും വരികയാണെന്നുണ്ടെങ്കിൽ വരട്ടെ. ഇപ്പം തന്നെ ചാനലുകൾ 3 മാസത്തോളം ലോക്കായി കിടന്നത് കാരണം റീച്ചും അതുപോലെ തന്നെ മറ്റു പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. സഹോദരന്മാരുടെ പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ചാനൽ ഇനിയും പഴയ പോലെ നല്ല രീതിയിൽ പോവുക. ഏതായാലും പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഇവിടെ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ കുറച്ചൊക്കെ. ഇനി കുറച്ചും കൂടി പറയുന്നുണ്ട്. തള്ളന്നെയാണ്. അത് കഴിഞ്ഞിട്ട് തെളിവ് പറയുന്നുണ്ട്. അതാണ് ബഹുരസം. കേട്ടുവെക്കാം. അല്ലാഹു തആല ഉസ്താദിന്റെ കൈ ഖബറിൽ ശരിയാക്കി കൊടുത്തു. അപ്പൊ ഞാൻ ഖബറിന്റെ അടുത്ത് ഇറങ്ങിയതാണ്. ശിഷ്യന്മാരോട് പറഞ്ഞപ്പോ ഒരു ശിഷ്യൻ ചോദിച്ചു, അതിനെന്താ തെളിവ് എന്ന് ചോദിച്ചു. നിങ്ങളിപ്പോ ഇങ്ങനെ പറഞ്ഞു എന്നല്ലാതെ ഖബറിന്റെ ഉള്ളിൽ കിടന്ന് നമ്മൾ കാണുന്നില്ല. ലോകോട്ടാക്കൾ ഔലിയാക്കൾ നിങ്ങളെ ദുആക്ക് ആമീൻ പറഞ്ഞു നമുക്ക് മനസ്സിലാകുന്നില്ല. പ്രിയമുള്ളവരെ, ഒന്നും കൂടി നിർത്തുന്നുണ്ട്. മറ്റൊന്നല്ല, ഇവർ ഈ പറയുന്ന കഥ ഉണ്ടല്ലോ, ഇത് കെട്ടുകഥയാണ്. ഇവിടെ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ബ്ലണ്ടറിലെ
ആ മുഹീദ്ദീൻ ഷെയ്ഖില്ലേ, അത് ഇവരുടെ ഏതോ ആരോ ആണ്. നമ്മളവിടേക്ക് പോകുന്നില്ല. എന്തായാലും അബ്ദുൽ ഖാദർ ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹി അല്ല എന്ന് പറയാൻ കാരണം അദ്ദേഹത്തിൻ്റെയോ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരുടെയോ, അദ്ദേഹത്തിൻ്റെ മക്കൾ തന്നെ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായിട്ടുള്ള പണ്ഡിതന്മാരുണ്ടായിരുന്നു, അവരുടെ ഒന്നും തന്നെ ഗ്രന്ഥത്തിൽ ഇങ്ങനെയൊരു സംഭവമല്ല. ഇനി അല്ലാതെണ്ടോ, കേട്ടുകേൾവിയുടെ മുകളിലുണ്ടോ, ഈ അടുത്ത കാലത്ത് കുറച്ച് ഖുറാഫികൾ വന്നിട്ട് പറഞ്ഞു എന്നല്ലാതെ എൻ്റെ അപ്പുറത്തേക്കൊന്നുമില്ല. പറയൂ ഉസ്താദേ. മോനെ തെളിവ് വേണ്ടത്? 2 സാക്ഷിയല്ലേ ഇസ്ലാമിൽ തെളിവ്? 2 സാക്ഷി വേണം. അപ്പൊ ആരാ സാക്ഷി വേണ്ടത്? നിങ്ങൾ ആമീൻ പറഞ്ഞ കുറെ ഔലിയാക്കല്ലേ ലോകത്തൊട്ടാകെ. ഞാൻ 2 ആൾ വന്ന് പറയട്ടെ, നിങ്ങൾ ഇങ്ങനെ അവർക്ക് ആമീൻ പറഞ്ഞെന്ന് പറയട്ടെ. അവിടെ തന്നെ നിൽക്കുന്നത് പറഞ്ഞ സമയം കൊണ്ട് ഓടി വന്നിട്ട് പറഞ്ഞു, ഈ ശൈഖ് ഇപ്പോൾ നിങ്ങളോട് പറഞ്ഞ കാര്യം ഹഖാണ്, ഞാൻ അതിന്റെ സാക്ഷിയാണ്. അദ്ദേഹം മാറി നിൽക്കുമ്പോഴേക്ക് വേറൊരാൾ ഓടി വന്നിട്ട് പറഞ്ഞു, ഈ പറഞ്ഞ ഇപ്പോൾ ഈ ശൈഖ് നിങ്ങളോട് പറഞ്ഞ കാര്യം ഹഖാണ്, ഞാൻ അതിന്റെ സാക്ഷിയാണ്. അതാണ് അല്ലാത്ത തെളിവല്ലേ? കബറിങ്ങനെ വെച്ചിട്ട് നീക്കിച്ച് വെച്ചോവർ. പ്രിയമുള്ളവരെ, നിങ്ങൾ കേട്ടില്ലേ? ഒരു പച്ച നുണ ആളുകൾക്ക് മുമ്പിൽ മൈക്കും വെച്ചിട്ട് അങ്ങനെ പാടുകയാണ്. പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഉസ്താദാണ്. എന്നിട്ടോ ഉസ്താദ് പാടിയ കള്ളക്കഥക്കുള്ള തെളിവ് എന്താണ്? ആരോ എഴുതി വെച്ച മാലയിൽ. ഇത്രേ ഉള്ളൂ ഇവരുടെ കഥകൾ എന്ന് പറയാനാണ്. സത്യത്തിൽ ചാനൽ തിരിച്ചു വന്നു, ചെറിയ വീഡിയോകളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. തിരിച്ച് കിട്ടിയതിന് ശേഷം ആദ്യമായിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. അതൊന്ന് അറിയിക്കുക എന്നുള്ളൊരു കാര്യം ഉണ്ടായിരുന്നുള്ളൂ. അതിനിടയിൽ ഇതും കൂടിയും പോണ പോക്കിലൊരു തള്ള് എന്നുള്ള നിലയ്ക്ക് ഈ ഒരു മായാവി കഥയും കൂടി ഇവിടെ കാണിച്ചു എന്ന് മാത്രം. പ്രിയമുള്ളവരെ, ഇത് ചാനൽ വീണ്ടും തുറന്നത് അറിയിച്ചുകൊണ്ട്, നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങളെ അറിയിച്ചുകൊണ്ട് നിങ്ങളുടെ പിന്തുണ തേടിക്കൊണ്ടുള്ള വീഡിയോ ആയിരുന്നു. ഇനി ആരൊക്കെ കോപ്പിറൈറ്റ് തന്ന് എന്തൊക്കെ ചെയ്യാൻ ശ്രമിച്ചാലും നമ്മൾ പറയാനുള്ളത് പറഞ്ഞുകൊണ്ടിരിക്കും. ഈ ചാനലിൽ മായാവി കഥകൾ, തള്ളു കറാമത്തുകൾ, കള്ളക്കറാമത്തുകൾ, ഈ മുസ്ലിയാക്കന്മാരുടെ വിവരക്കേടുകൾ അത് തന്നെ കാണിക്കുള്ളൂ. ഇനി ആര് തന്നെയാണെങ്കിലും, ഒരു വ്യക്തിയെ മാത്രമായിട്ട് പറയുന്നില്ല, പലർക്കും ഉണ്ടാകും കോപ്പിറൈറ്റ് അടിക്കണമെന്നോ അല്ലെങ്കിൽ നേരിട്ട് വന്ന് 2 തരണമെന്നോ ഒക്കെ ആഗ്രഹം ഉണ്ടാവും. നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങൾ നിറവേറ്റുക എന്നുള്ളതാണ്. അതിന് കുഴപ്പമൊന്നുമില്ല. ഇവിടെ നേരത്തെ നമ്മൾ ലൈവിൽ പറഞ്ഞതാണ്, കോപ്പിറൈറ്റ് തന്നപ്പോൾ നിങ്ങൾ സത്യസന്ധമായിട്ട് കോപ്പിറൈറ്റ് നൽകുക, ഫേക്ക് കോപ്പിറൈറ്റ് അല്ല. ഇവിടെ എനിക്ക് നൽകിയ കോപ്പിറൈറ്റ് ഫേക്കാണ്. ആ കോപ്പിറൈറ്റ് നൽകിയ ആൾക്ക് ഫെയർ യൂസ് എന്നുള്ള ആ ഒരു കാര്യം അറിയില്ല. അത് കാരണം കൊണ്ട് നമ്മൾ അവരുടെ മുഴുവൻ വീഡിയോ എടുത്ത് അങ്ങനെ കട്ടുകൊണ്ടുപോയിട്ട് ഫുട്പാത്തിലിട്ട് വിറ്റിക്കല്ലോ. അവരുടെ വീഡിയോയിലുള്ള വിവരക്കേട് പ്രതിപാദിച്ചുകൊണ്ട് നമ്മളിവിടെ പ്രതികരണ വീഡിയോ ആണ് ചെയ്തിട്ടുള്ളത്. അത് യൂട്യൂബ് അനുമതി നൽകിയിട്ടുള്ളതാണ്. ഇനിയും ചെയ്യും. നിങ്ങളുടെ വീഡിയോ അങ്ങനെ എടുത്തു കൊണ്ടുപോയിട്ട് അത് യൂട്യൂബിലിട്ടിട്ട് ഏണിംഗ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ബിസിനസ്സാക്കി മാറ്റാനോ എനിക്ക് ഓളല്ല. കാര്യം എന്തെന്നറിയോ? നിങ്ങളുടെ വീഡിയോയിലുള്ളത് പൊട്ടപ്പോയത്തും പച്ച നുണകളും മായാവി കഥകളും ഇസ്ലാം വിരുദ്ധ കാര്യങ്ങളുമാണ്. അതെന്തിനാണ് ഞാൻ എടുത്തുകൊണ്ട് പോയിട്ട് ചെയ്യുന്നത്? അതിലേക്ക് നല്ലത് പെരപ്പുറത്തേക്ക് കല്ലെറിഞ്ഞിട്ട് മുതു കാണിച്ചു കൊടുത്തൂടെ ഇല്ലേ? അപ്പോൾ നിങ്ങളുടെ വീഡിയോകൾ വിവരക്കേട് പറഞ്ഞാൽ ഇനിയും കോപ്പിറൈറ്റ് തരുന്നവരവിടാണ്, ഇനിയും എടുക്കും, ഇനിയും പ്രതികരിക്കും. നമുക്ക് ബുദ്ധിമുട്ടുണ്ടോ? വിവരക്കേട് പറയലും മായാവി കഥകൾ പറയലും നിർത്തുക എന്നുള്ളതാണ് അതിനൊരു പരിഹാരം എന്ന് മാത്രം അറിയിച്ചുകൊണ്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.